ഒരു ഡിസൈനാട്ടോ കാണിക്കുന്നത്. നല്ല ഭംഗിയുള്ളൊരു ഡിസൈനാണ്. അപ്പോൾ ഈ ഒരു ഡിസൈൻ ചെയ്യാൻ വേണ്ടിയിട്ട് ഇതുപോലെ 2 ഷെയ്ഡിലുള്ള ആങ്കർ ത്രെഡാണ് ഉപയോഗിച്ചിട്ടുള്ളത്. അപ്പോൾ നമുക്ക് ഈ ഡിസൈൻ ഒന്ന് ചെയ്ത് തുടങ്ങാം അല്ലേ. അപ്പോൾ ഇത് ചെയ്യാൻ വേണ്ടിയിട്ട് ഫസ്റ്റ് നമ്മൾ ഓറഞ്ച് ഷെയ്ഡിലുള്ള ആങ്കർ ത്രെഡാണ് ഉപയോഗിച്ചിട്ടുള്ളത്. ഈ ത്രെഡ് ഉപയോഗിച്ചിട്ട് ചെറിയൊരു ബുള്ളിയൻ റോസ് നമ്മൾ ഫസ്റ്റ് സ്റ്റിച്ച് ചെയ്തെടുക്കും. അപ്പോൾ ബുള്ളിയൻ റോസ് സ്റ്റിച്ച് ചെയ്യുന്ന വീഡിയോ ഞാൻ മുന്നേ കാണിച്ചിട്ടുണ്ട്. ഇനി അത് കാണാത്തവർക്ക് വേണ്ടിയിട്ടാണ് ഞാനിതിൽ ജസ്റ്റ് ഒന്ന് കാണിക്കാം കേട്ടോ. അപ്പോൾ ഇതൊന്ന് കണ്ടു നോക്കുക. അപ്പോൾ ബുള്ളിയൻ റോസ് സ്റ്റിച്ച് ചെയ്യാൻ വേണ്ടിയിട്ട് ആദ്യം തന്നെ ചെറിയ 2 ബുള്ളിയൻ സ്റ്റിച്ച് നമ്മൾ ഇട്ട് കൊടുക്കും. പാരലലായിട്ടാണ് ഇട്ട് കൊടുക്കുക. ഇതുപോലെയാണ് കേട്ടോ നമ്മൾ സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുന്നത്. ഇനി ഇതിൻ്റെ ഒരു സൈഡിൽ നിന്ന് നമ്മൾ അടുത്ത സൈഡിലേക്ക് ഇതുപോലെ ഒരു ബുള്ളിയൻ സ്റ്റിച്ച് ഇട്ട് കൊടുക്കുകയാണ് ചെയ്യാം. ഫസ്റ്റ് പാരലലായിട്ട് 2 ഇട്ട് കൊടുക്കും. പിന്നെ ആ 2 രണ്ടിൻ്റെയും ഒരു സൈഡിൽ നിന്ന് അടുത്ത സൈഡിലേക്ക് ഒരു ബുള്ളിയൻ സ്റ്റിച്ച് ഇട്ട് കൊടുക്കും. ഇപ്പോൾ കണ്ടല്ലോ, ഇതാണ് ഒരു T ഷേപ്പിലാണ് നമ്മളിത് ചെയ്ത് കൊടുക്കുന്നത് കേട്ടോ. ഇനി അതിനുശേഷം നമ്മൾ ഇപ്പോൾ ചെയ്ത ബുള്ളിയൻ സ്റ്റിച്ച് ഉണ്ടല്ലോ, അതിൻ്റെ ഒരു സൈഡിൽ നിന്നിട്ട്, അതായത് ഏകദേശം ഒരു സെൻറ്ററിൽ നിന്നിട്ട് നമ്മൾ ബുള്ളിയൻ സ്റ്റിച്ച് സ്റ്റാർട്ട് ചെയ്തിട്ട് കുറച്ച് താഴെയായിട്ട് വീണ്ടും നമ്മളത് താഴെ വരെ നമ്മൾ ആ ബുള്ളിയൻ സ്റ്റിച്ച് ചെയ്ത് കൊടുക്കും. ഈ ഒരു രീതിയിൽ നമ്മൾ ആ 2 പാരലായിട്ട് കൊടുത്തിട്ടുള്ള 2 ബുള്ളിയൻ സ്റ്റിച്ച് ഉണ്ടല്ലോ, അതിന് ചുറ്റും ഈ ഒരു രീതിയിൽ അങ്ങനെ സ്റ്റിച്ച് ചെയ്ത് പോയാൽ മതി. അപ്പോൾ നമുക്ക് നല്ല ഭംഗിയുള്ള ബുള്ളിയൻ റോസ് ശരിയായി കിട്ടും. അപ്പോൾ നമ്മുടെ ബുള്ളിയൻ റോസ് റെഡി ആയിട്ടുണ്ട്. നമുക്ക് അത്ര വലിയ റോസൊന്നും വേണ്ട കേട്ടോ, ചെറിയൊരു റോസ് മതി. ഇനി നമുക്കിതിന് ചുറ്റും ഈ ഒരു ഫ്ലവർ പോലെയാണ് നമ്മളിത് ചെയ്തെടുക്കുന്നത്. ഒരു പെറ്റൽസ് പോലെ സ്റ്റിച്ച് ചെയ്തെടുക്കണം. അതിന് വേണ്ടിയിട്ട് ഗ്രീൻ ഷെയ്ഡിലുള്ള ത്രെഡാണ് ഉപയോഗിച്ചിട്ടുള്ളത്. ഇത് ഉപയോഗിച്ചിട്ട് ലോങ് ഫ്രഞ്ച് നോട്ട് ഇട്ടിട്ടാണ് നമ്മൾ പെറ്റൽസ് സ്റ്റിച്ച് ചെയ്തെടുക്കുന്നത്. അപ്പോൾ ഓരോ പെറ്റലും സ്റ്റിച്ച് ചെയ്യുമ്പോൾ അതിൻ്റെ സെൻറ്ററിൽ കൊടുക്കുന്ന ലോങ് ഫ്രഞ്ച് നോട്ട് കുറച്ച് വലുതാണ് കൊടുക്കുക. പിന്നെ അതിൻ്റെ സൈഡിലേക്ക് ഇങ്ങനെ നമ്മൾ ചെറുതാക്കിയിട്ട് ചെയ്ത് കൊടുക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ നിങ്ങൾക്ക് ഈ ഒരു വീഡിയോ കണ്ടാൽ ഞാൻ സ്റ്റിച്ച് ചെയ്യുന്ന മനസ്സിലാവും. ഇപ്പോൾ നമ്മൾ ആ സെൻറ്ററിൽ കൊടുത്തിട്ടുള്ള ലോങ് ഫ്രഞ്ച് നോട്ട് ഉണ്ടല്ലോ, അതിനെക്കാട്ടിലും ഒന്നും കൂടെ ചെറുതാണ് നമ്മൾ അതിൻ്റെ 2 സൈഡിലും കൊടുത്തിട്ടുള്ള ഈ ലോങ് ഫ്രഞ്ച് നോട്ട്. ഇനി നമ്മൾ ഇതിൻ്റെ സൈഡിൽ വീണ്ടും ഇതിനെക്കാട്ടിലും ഒന്നും കൂടെ ചെറിയ ലോങ് ഫ്രഞ്ച് നോട്ടാണ് കൊടുക്കുക. അങ്ങനെ ഇപ്പോൾ ഒരു സൈഡിൽ നമ്മൾ കൊടുത്തിട്ടുണ്ട്. ഇനി ഇതുപോലെ അടുത്ത സൈഡിലും കൂടെ നമ്മൾ സ്റ്റിച്ച് ചെയ്യും. ഇപ്പോൾ കണ്ടല്ലോ, ഇപ്പോൾ നമ്മുടെ ഫ്ലവറിൻ്റെ ഒരു പെറ്റൽ റെഡിയായി. ഇനി ഈ ഒരു രീതിയിൽ തന്നെ നമ്മൾ ഈ ഒരു ബുള്ളിയൻ റോസിന് ചുറ്റും സ്റ്റിച്ച് ചെയ്തെടുക്കുകയാണ് ചെയ്യുക. ഇപ്പോൾ ഇനി അടുത്ത പെറ്റൽ സ്റ്റിച്ച് ചെയ്യുമ്പോൾ ചെറിയ ലോങ് ഫ്രഞ്ച് നോട്ട് നമ്മൾ ഓൾറെഡി സ്റ്റിച്ച് ചെയ്തിട്ടുണ്ടല്ലോ. ഇനി നമ്മൾ അതിനെക്കാട്ടിലും വലിയ ഒരു ലോങ് ഫ്രഞ്ച് നോട്ട് കൊടുക്കും. ശേഷം അതിനെക്കാട്ടിലും വലുത് വീണ്ടും നമ്മൾ ഇപ്പോൾ വലുതൊന്ന് സ്റ്റിച്ച് ചെയ്തല്ലോ, അതിനെക്കാട്ടിലും ഒന്നും കൂടെ ചെറുത് കൊടുക്കും. പിന്നെ ഏറ്റവും ചെറിയ ലോങ് ഫ്രഞ്ച് നോട്ട് കൊടുക്കും. അങ്ങനെ ഒരു പെറ്റലിൽ 5 ലോങ് ഫ്രഞ്ച് നോട്ടാണ് നമ്മൾ കൊടുക്കുന്നത്. ഇപ്പോൾ കണ്ടല്ലോ, ഈ ഒരു രീതിയിൽ നമ്മൾ ഇത് കംപ്ലീറ്റ് സ്റ്റിച്ച് ചെയ്തെടുക്കുകയാണ് ചെയ്യുക. ഈ ഒരു ബുള്ളിയൻ ഫ്ലവറിൻ്റെ ചുറ്റും നമ്മൾ സ്റ്റിച്ച് ചെയ്തെടുക്കും.
ഇതാ ഇപ്പോൾ 2 പെറ്റൽ നമ്മൾ സ്റ്റിച്ച് ചെയ്തെടുത്തു. ഈ ഒരു രീതിയിൽ നമുക്ക് കംപ്ലീറ്റ് ഒന്ന് ചെയ്തെടുക്കാം. ഇപ്പോൾ കണ്ടല്ലോ, ഇതുപോലെയാണ് നമ്മുടെ ഫ്ലവർ സ്റ്റിച്ച് ചെയ്തെടുക്കുന്നത്. നമ്മളൊരു ബുള്ളിയൻ റോസിന് ചുറ്റും ലോങ് ഫ്രഞ്ച് നോട്ട് ഉപയോഗിച്ചിട്ട് പെറ്റൽസ് കൊടുത്തിരിക്കുകയാണ്. അപ്പോൾ കണ്ടല്ലോ, നല്ല ഭംഗിയുള്ള ഒരു ഡിസൈനാണ്. അപ്പോൾ ഈ ഒരു ഡിസൈനെ തന്നെ നമ്മൾ നെക്കിന് താഴെ പല സ്ഥലത്തായിട്ട് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുകയാണ് ചെയ്യുന്നത്. ഇപ്പോൾ കണ്ടല്ലോ, ഇതൊരു സൈഡിൽ മാത്രം കേട്ടോ സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുന്നത്, കംപ്ലീറ്റ് ഇല്ല. അപ്പോൾ നല്ലൊരു ഡിസൈനാണ്, എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം. ഇന്നത്തെ ഈ ഒരു വീഡിയോ അപ്പോൾ എല്ലാവർക്കും ഇഷ്ടമായിട്ടുണ്ടെന്ന് വിചാരിക്കുന്നു. ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ എപ്പോഴും പറയുന്ന പോലെ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത്. അപ്പോൾ ഇതുപോലെയുള്ള വീഡിയോസൊക്കെ ഇഷ്ടമായിട്ടുള്ളവർ, അതുപോലെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവർ ആരെങ്കിലും ഉണ്ടെങ്കിൽ ദയവായിട്ട് ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം. അപ്പോൾ നമുക്ക് മറ്റൊരു വീഡിയോയിലൂടെ വീണ്ടും കാണാം. താങ്ക്